നമ്മൾ പെട്ടെന്ന് പരിപാടിയിലേക്ക് കടക്കാം. ഇപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ചതാണ് ഭരത് പി ജാനണി ഫിലിം ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ 3 ദിവസത്തെ പരിപാടിയാണ്. 16ാമത് അവാർഡാണ് നമ്മൾ മറ്റന്നാൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ട് ഓയിനോ ഫിലിംസും ബിന്നിമട്ടി ഫൗണ്ടേഷനും ഒലീവിയ പിന്നെ സൂര്യകിരൺ ഫിലിംസ്, എൻ്റെ പഴയ അഗ്രി യൂണിവേഴ്സിറ്റി നടന്മാരുടെയാണ് സൂര്യകിരൺ ഫിലിംസ് ദുബായ്, അവരൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ കൂട്ടുകാരെന്നുള്ള രീതിയിൽ ആൾക്കാർ. അവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ രക്ഷാധികാരിയായിരുന്ന ബിന്നിമട്ടി നമ്മളെ വിട്ടുപോയതിൻ്റെ കാരണമാണ് കഴിഞ്ഞ വർഷം നടന്നായിരുന്നത്. നമ്മുടെ ഉദ്ഘാടകനായിട്ട് മണിലാലുണ്ട്. മണിലാലിൻ്റെ 2 പ്രസിദ്ധമായ 2 ഡോക്യുമെൻ്ററികളാണ്. മണിലാലിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയ് ബിന്നിമട്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റാണ്. അപ്പോൾ ജോയ് പ്ലാശ്ശേരി സ്റ്റേജിലേക്ക് വരിക. സുനിൽ സുഗത മറ്റന്നാളത്തെ ഫംഗ്ഷനിൽ അത്യാവശ്യമായിട്ട് ആൾക്ക് യാത്ര ചെയ്യണ കാരണം ഇന്ന് വന്നിരിക്കുകയാണ്. മണിലാൽ വാ. ഡേവിസ്, ഇ ഡി ഡേവിസ് വരൂ, ടൈം കളയണ്ട. രാജ്മോഹൻ നീലേശ്വരൻ സ്റ്റേജിലേക്ക് വരണം, നിർത്തിയില്ല. നിങ്ങൾ മറ്റന്നാൾ കൂടുതൽ സ്ഥലം കാലിയാക്കുന്ന ആളാണ്. രാജ്മോഹൻ വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഓരോ നിമിത്തം പോലെയാണ് വന്നു വിടുന്നത്. കഴിഞ്ഞ തവണ അല്ലേ ഒരു പരിപാടിയിലൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബിന്നിമട്ടി ഫൗണ്ടേഷൻ്റെ അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറിയാണ്. പിന്നെ അതിൻ്റെ ട്രഷറർ ഷിബു ഉണ്ട്. അവരെല്ലാവരും കാണികളായി തന്നെ ഇരിക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. കാരണം അവർ മറ്റന്നാൾ ഫംഗ്ഷനിൽ ത്രൂ ഔട്ടുള്ളവരാണ്. ശ്രീജ ടീച്ചറുണ്ട്. ശ്രീജ ടീച്ചറൊക്കെ നമ്മുടെ ഇതിൻ്റെ മ്യൂസിക് സെലക്ഷൻ്റെ ജൂറിയും കൂടിയാണ്. നമ്മുടെ സൗണ്ട് മിക്സിൻ്റെ ജൂറിയും പ്ലസ് പ്രൊജക്ട് ഓപ്പറേറ്റർ ആയിട്ടുള്ള സൂരജ് രാജനുണ്ട്. തീയോ ഉണ്ട്, കമ്പോസർ ആൻഡ് സിംഗറാണ്. തീയോ മുല്ലമാഷ 4 പേര് പാടിയിട്ട് തുടങ്ങാം. വാ, പെട്ടെന്ന് വാ. നമ്മളിനി ഔപചാരിക ചടങ്ങിലേക്ക് കിടക്കുകയാണ്. മുല്ലമാഷ അറിവിൻ്റെ സൂര്യ എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ മുല്ലമാഷ ഏതെങ്കിലും ഒരു കവിത, അതാണ് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളതല്ല, ഒരു ആരംഭമായിട്ടുള്ളൊരു ഗാനം. അത് തുടങ്ങിയിട്ട് നമ്മൾ ഇതിൽ കിടക്കുകയാണ്. നമ്മുടെ അവാർഡിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് മറ്റന്നാളാണെങ്കിലും ഈ ഫെസ്റ്റിവൽ കാലത്ത് മുതൽ 9 ഫിലിമുകളും പിന്നെ ബിന്നിമട്ടി നിർമ്മിച്ച മാളവികവും കൂച്ചുവിലങ്ങും പിന്നെ എൻ്റെ തന്നെ ഒരു 2 ലെറ്റേഴ്സ് എന്നുള്ള ചെറിയ ഒരു ഫിലിമും ഒക്കെയാണ് പ്രദർശിപ്പിച്ചത്. അപ്പോൾ 9-12 ഫിലിമിൻ്റെ പ്രദർശനം കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഒരു 16 ഫിലിംസ് ഉണ്ട്. മത്സര വിഭാഗത്തിൽ വന്നത് പ്രൈസ് കിട്ടിയതും അല്ലാത്തതുമായിട്ടുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ മറ്റന്നാൾ ഒരു 12:30 മുതൽ 4:30 വരെയാണ് മികച്ച 13 ഫിലിമുകൾ കാണിക്കുന്നത്. ആ സമയത്തൂടെ ഹൗസ്ഫുള്ളാണ്, നമുക്ക് എല്ലാ വർഷവും അറിയാതെ. ഈ അവാർഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത് വളരെ ജനകീയമായ അവാർഡായതുകൊണ്ട് അവരെല്ലാവരും വരുന്നുണ്ട്. ഇവിടെ സ്റ്റേജിൽ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം, ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനവും ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനവും മണിലാലാണ്. ഫെസ്റ്റിവൽ ബുക്ക് ഏറ്റുവാങ്ങുന്നത് രാജ്മോഹൻ നീലേശ്വരമാണ്. ഇപ്പം തന്നെ പറയുകയാണ്. കണ്ണൂരിന്ന് ഈ പരിപാടിക്ക് മാത്രമായിട്ട് വളരെ ബുദ്ധിമുട്ടി വന്നതാണ്. സംഗീത അക്കാദമി പരിപാടിയൊക്കെ പിന്നെയാണ്. അപ്പോൾ തിയോൻ്റെ പ്രാർത്ഥനാ ഗീതങ്ങളിലുള്ള നമ്മുടെ എന്താ പറയുക, മുല്ലമാഷയുടെ പ്രാർത്ഥനാ ഗീതങ്ങളിലെ ഒരു കവിത പാടിക്കൊണ്ട് തിയോ ഇതിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ മാളേജിൻ്റെ ഡോക്യുമെൻ്ററിനെ കുറിച്ച് കുറേ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പുറത്തു പോയത്, നമ്മുടെ ബിന്നിമട്ടി അവിടെ ഈ വീഡിയോയിൽ ഒരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് ഈ ഇവിടെ എങ്ങും പോയിട്ടില്ല എന്ന് എനിക്കൊരു ഓർമ്മ വന്നു.
ആളിവിടെയും കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് ആള്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുല്ലയ മാഷിൻ്റെ അറിവിൻ്റെ സൂര്യപാഠമാണ്. അറിവിൻ്റെ സൂര്യഹൃദയാകാശത്തിൻ അനുദിനം നീ വന്നുദിക്കൂ. അജ്ഞാനമാകും അന്ധകാരത്തെ അകറ്റുവാനെന്നും തുണയ്ക്കൂ. വെള്ളിക്കതിരുകൾ നീട്ടി നീട്ടി ഉള്ളിൽ നീ വന്നണയുമ്പോൾ, വെള്ളിക്കതിരുകൾ നീട്ടി നീട്ടി ഉള്ളിൽ നീ വന്നണയുമ്പോൾ, എല്ലാരും ഒന്നെന്ന സ്നേഹഗീതത്തിൽ പല്ലവി ഞങ്ങൾ പാടുന്നു. സ്നേഹഗീതത്തിൻ പല്ലവി ഞങ്ങൾ പാടുന്നു. സ്നേഹഗീതത്തിൻ പല്ലവി ഞങ്ങൾ പാടുന്നു പാടുന്നു പാടുന്നു. അറിവിൻ്റെ സൂര്യ ഹൃദയാകാശത്തിലനുദിനം നീ വന്നുദിക്കൂ. അജ്ഞാനമാകും അന്ധകാരത്തെ അകറ്റുവാനെന്നും തുണയ്ക്കൂ തുണയ്ക്കൂ. തുണയ്ക്കൂ തുണയ്ക്കൂ തുണയ്ക്കൂ. താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മൾ കൂടുതൽ ഒന്നും പറയുന്നില്ല. പി ജാനണിയുടെ പേരിലുള്ള ഈ പരിപാടികൾ 2008 മുതലാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ പാർട്ട് ഓയനോ ഫിലിംസ് എന്ന് പറയുമ്പോൾ 25ാം വാർഷികാഘോഷമാണ്. കാരണം അത് 1999 ആരംഭിക്കുന്നത്. അപ്പം അത് അങ്ങനെ വരുമ്പോൾ 2000 മുതൽ ഏകദേശം 25ാം വാർഷികം 26 ശരിക്ക് കണക്ക് പ്രകാരം. കഴിഞ്ഞ വർഷം നമ്മൾ നടത്താത്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അപ്പം 26 വർഷം ആയിട്ടുണ്ട് ശരിക്കും. സോളോ പ്ലേകളൊക്കെ ആയിട്ട് ഞാൻ ചേർപ്പിൽ സെറ്റിലായ സമയത്ത് തുടങ്ങിയതാണ് പാർട്ട് ഓയിൻ ഓഫ് ഫിലിംസ് എന്നുള്ള. ഒരുപാട് നാടകങ്ങളുടെ പ്രതിസന്ധി ചേർപ്പ് മേഖലയിൽ വന്ന സമയമാണ്. ആ ടൈമിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെയും കുറേ സോളോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് പ്ലാസ്റ്റിക് കണ്ണുള്ള അൽസേഷൻ പെട്ടി എന്ന് പറയുന്ന ജോൺ അബ്രഹാം കഥ നാടകമാക്കിക്കൊണ്ടാണ് ആ സമയത്ത്. പിന്നെ തുടർന്ന് അഷ്ടമൂർത്തിയുടെ താക്കോല് അങ്ങനെ കുറേ അധികം ചെയ്യുന്നു. പിന്നെ വേറെ കുറേ പ്രൊഡക്ഷൻസ് ചെയ്യുന്നു.
സംഗീത അക്കാദമിയുടെ തന്നെ എനിക്ക് 5 തവണ സെലക്ഷൻ സംഗീത അക്കാദമിയുടെ അമേച്ചർ നാടകത്തിൽ വന്നിട്ടുള്ളതാണ്. അത് 96 മുതലേ വന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ONO എന്ന് പറയുന്നത് പ്രാക്ടീസ് അസോസിയേഷൻ വിത്ത് റൂറൽ തിയേറ്റേഴ്സ്, അതാണ് പാർട്ട് എന്നുള്ളത്. പിന്നെ ഭാഗം എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പ്രാക്ടീസ് അസോസിയേഷൻ വിത്ത് റൂറൽ തിയേറ്റേഴ്സ് എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ സ്വപ്നം 957 പഞ്ചായത്തുകളിൽ നാടകം ചെയ്യണം എന്നുള്ളതാണ്. നഗരങ്ങളിൽ ചക്കാറുക എന്നുള്ളത് ആദ്യകാല സ്വപ്നമല്ല. അപ്പോൾ പാർട്ട് എന്നുള്ളത് അങ്ങനെയാണ്, പ്രാക്ടീസ് അസോസിയേഷൻ വിത്ത് റൂറൽ തിയേറ്റേഴ്സ്. അത് തിയേറ്റർ വർക്ക്ഷോപ്പുകൾ കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരുപാട് നാടകങ്ങൾ 200 നാടകങ്ങൾ ചെയ്യുന്നു. ഏറ്റവും ചെലവ് ചുരുക്കുകയും ഏറ്റവും രാഷ്ട്രീയമുള്ള മൂല്യമുള്ള നാടകങ്ങൾ കളിക്കുകയും ഒരുപാട് അവാർഡ്സ് കരസ്ഥമാക്കി. അങ്ങനെയാണ് എൻ്റെ ഒരു യാത്രയായിരുന്നത്. ഇടയിൽ വെച്ചിട്ടാണ് ഈ അമേച്ചർ നാടകവേദി എന്ന് പറയുന്ന എൻ്റെ ഗ്ലാമർ പോകുന്ന സമയത്ത്. പക്ഷെ ഞാൻ വെറുതെ ഇരുന്നില്ല. ആദ്യമായിട്ട് ചെയ്ത ഡോക്യുമെന്ററി നാടകകറിലേക്ക് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന PM മാന്യ 6-ാം തിരുമുറി വിവാദ പുരുഷന്റെയാണ്. അപ്പോൾ അത് ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ അതുപോലെ കണ്ടന്റുള്ള ഡോക്യുമെന്ററി ചെയ്യണമെന്നുള്ള, അങ്ങനെയാണ് അത് ഞാനും സുരേഷ് നന്മയും കൂടി ചേർന്നുകൊണ്ട് ഒരുമിച്ച് 2008 മുതൽ തുടങ്ങിയിട്ട് അദ്ദേഹം അച്ഛൻ മരിച്ച് 2011 അദ്ദേഹം മരിച്ചിട്ട് 12 നമ്മൾ റിലീസ് ചെയ്യുന്നു. തുടർന്ന് പ്രൊഫസർ വി അരവിന്ദാക്ഷൻ്റെയാണ് നമ്മൾ പാട്രോൺ ഓഫ് ഫിലിംസിന്റെ പേരിൽ അരവിന്ദാക്ഷൻ സ്മാരക സമിതിക്ക് വേണ്ടി മാർക്സിയൻ ചിന്തകനായിട്ടുള്ള അരവിന്ദാക്ഷൻ്റെ ഡോക്യുമെന്ററി 90 മിനിറ്റ്. പിന്നെ സാദീശം, മാളവികം, അങ്ങനെ മർദ്ദകരെ നിങ്ങൾ ജയിക്കില്ല, സഖാവ് നാരായണൻ എന്ന ഡോക്യുമെന്ററി. ഇതിൻ്റെയൊക്കെ പിന്നിൽ പാട്രോൺ ഓഫ് ഫിലിംസ് ആണ്. അപ്പോൾ ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററിയിലൂടെ വന്നിട്ടാണ്. പിന്നീട് നമ്മൾ പി.ജാനണി അവാർഡ് തുടങ്ങാൻ കാരണം പി.ജാനണിയുടെ ജീവചരിത്ര ഗ്രന്ഥം എന്നുള്ളൊരു പ്രോജക്റ്റ് എനിക്ക് ഡോക്ടർ സി രാവുണ്ണി വഴിക്ക് അക്കാദമി ആൾ എക്സിക്യൂട്ടീവ് ആയിരിക്കുമ്പോഴാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ജീവചരിത്ര ഗ്രന്ഥം, ജീവിതവും രചനയും എന്നുള്ള ഡേവിസ് എന്ന പബ്ലിക്കേഷൻ ഓഫീസറാണ്, ഡേവിസിനെ അറിയാതെ. അപ്പോൾ ഈ അവാർഡിലേക്കുള്ള നിമിത്തങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അന്ന് ഞാൻ പറഞ്ഞു NN പിള്ള, പി.ജാനണി, പൊൻകുന്നം വർക്കി, 3 പേരെ പറ്റുള്ളൂ. അപ്പോൾ പി.ജാനണി എടുക്കാൻ പറയുന്നു. അങ്ങനെയാണ് നമ്മൾ ജീവിതരാഹ്വാനം, പി.ജാനണി ജീവിതരാഹ്വാനം എന്ന് പറഞ്ഞ അക്കാദമിയിൽ പുസ്തകം ഇരിക്കുന്നുണ്ട്. ഒരു 420 പേജുണ്ട്. അത് 800 പേജ് എഴുതി കൊടുത്തിട്ട് അതിൽ നിന്ന് ചുരുക്കി ഞാൻ തന്നെയാണ് 420 പേജായിട്ടുള്ളത്. അത് നാളത്തെ അവാർഡ് മറ്റന്നാളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ പഠിച്ചപ്പോഴാണ്, തിലകൻ ചേട്ടനൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് വരുന്ന സമയത്താണ് ഈ ഇദ്ദേഹം അത്രയധികം അവഗണിക്കപ്പെട്ട മനുഷ്യനാണ്. PJ ഫൗണ്ടേഷൻ കൊച്ചിയിലുണ്ടെങ്കിൽ അത് ആക്റ്റീവ് അല്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നാടകരചന മുതൽ തുടങ്ങാം. അങ്ങനെ 2009 മുതൽ നാടകരചനയ്ക്കുള്ള അവാർഡ്, പിന്നീട് ഡോക്യുമെന്ററി ഏറ്റവും എണ്ണം പറഞ്ഞ ഡോക്യുമെന്ററിക്കാണ് കൊടുത്തിരിക്കുന്നത്. സത്യനോടേശ്വര അഗ്നിരേഖയും അങ്ങനെയുള്ള വളരെ പൊളിറ്റിക്കൽ കണ്ടന്റുള്ള ഡോക്യുമെന്ററികൾ, ഷോർട്ട് ഫിലിമുകൾ, ജയ്ഹെ പോലെയുള്ള റഫീഖ് മംഗലശ്ശേരിയുടെ ഷോർട്ട് ഫിലിമുകൾ. പി.ജാനണിക്ക് രചനയിൽ അവാർഡ് മാത്രമല്ല, പലർക്കും ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് മാത്രമേ വന്നിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് തീരുമാനം അയക്കുന്നവർക്കുണ്ട്. സോഷ്യൽ കണ്ടന്റ് ഇല്ലാത്തത് ആഗ്രഹമുണ്ടിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ അത്യാവശ്യം സെലക്ട് ചെയ്തിട്ടാണ് ആളുകൾ ഷോർട്ട് ഫിലിംസ് അയക്കുന്നത്. എന്തായാലും ആ ഒരു അവാർഡിന്റെ പരിപാടികൾ നമ്മൾ 16ാമത്തെ വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അധ്യക്ഷനായിട്ട് നമ്മുടെ പി.ജാനണി ഫൗണ്ടേഷൻ ഇതിന്റെ കൂടെയുള്ള നമ്മുടെ പിന്നിമട്ടി ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ്. കഴിഞ്ഞ വർഷം വരെ പിന്നിമട്ടി നമ്മൾ ഓൾ ഇൻ ഓൾ ആണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും. പക്ഷെ അതിന്റെ ഒരു കുറവ് നമുക്ക് സംഭവിച്ചിട്ടില്ല. ഒരു വർഷം നമുക്ക് ഒരു സ്മരണ പോലെ നമുക്കത് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം നടത്താതിരുന്നു. പിന്നെ പിന്നിമട്ടി ഫൗണ്ടേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞ ജൂലൈയിലും മറ്റാണ്. അപ്പോൾ ഒരു വർഷം നമ്മൾ പോയാലും നമുക്കത് ഗംഭീരമായിട്ട് കൊണ്ടുവരാം എന്നുള്ള, പിന്നിമട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സംഗമം സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് അദ്ദേഹവും ഞാൻ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയാണ് വിദ്യാരമാഷിയും മോൻസിത്താരൻ ആദരിക്കലും നൂട്ടിന് ഇതിന്റെ നിരോധനത്തിന്റെ സമയത്തുണ്ടായിരുന്ന ഡിസ്കഷൻസ് ഒക്കെ ഏറ്റെടുത്തിട്ട് ചെയ്തത്. അപ്പോൾ ഈ വർഷം നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഈ വർഷത്തെ അധ്യക്ഷനായിട്ട് നമ്മുടെ പിന്നിമട്ടി ഫൗണ്ടേഷന്റെ ജോയ് പ്ലാശ്ശേരിനെ ക്ഷണിക്കുന്നു. ഉദ്ഘാടകനായിട്ട് വന്നത് നമ്മുടെയൊക്കെ ക്ലോസ് ഫ്രണ്ടാണ്. സംഗതി എന്നോട് പലരും പറഞ്ഞു, മണിലാലിന്റെ ഡോക്യുമെന്ററി ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭാരതപ്പുഴ കളിക്കുമോ എന്ന് ചോദിച്ചു. ഭാരതപ്പുഴയും കുറേ പേര് കണ്ടിട്ടുള്ളതാണ്. അപ്പം അത് ഒരു ഓഡിയൻസിന്റെ പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ക്രിസ്മസ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വരുമ്പോൾ എന്റെ പ്രശ്നമുണ്ട്. സാധാരണ നമ്മൾ ഡിസംബർ 28, 29, 30 ഇത് നടത്താറ്. ഇതവണ ഈ 28 ഞായറാഴ്ച എന്നുള്ളൊരു കൊതി വന്നപ്പോൾ എടുത്തു പോയതാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം പരിപാടികൾ വെക്കരുത്. നമ്മുടെ പ്രസിന്റെ പ്രശ്നങ്ങൾ പലതും, ഇന്നലത്തെ മുടക്കുകളൊക്കെ കൂടി നമ്മൾ കൺഫ്യൂഷനായി. പിന്നെ ഈ തവണ നമ്മുടെ ഇലക്ഷന്റെ ബഹളം വന്നു. 15-ാം തീയതിക്ക് ശേഷമാണ് നമ്മൾ പല ഡിസൈനേഴ്സും ഫെസ്റ്റിവൽ ബുക്ക് ചെയ്യുന്ന ആളെ മുതൽ ഫ്രീ ആയത്.
കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ അവരതിന്മേ പോയി എന്നുള്ളതാണ്. എന്നാലും നമ്മളത് പ്രശ്നമില്ലാതെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റി, കൃത്യമായിട്ട് ബുക്ക് പ്രിന്റിങ്ങും ഒക്കെ ചെയ്തു. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനെങ്കിൽ 28, 30 നല്ലതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉദ്ഘാടകനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മണിലാലിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. പിന്നെ നമ്മളൊരു അതിഥി എന്നുള്ള രീതിയിൽ സുനിൽ സുഗത മറ്റന്നാൾ പരിപാടികളായിട്ട് പോകുന്ന കാരണം ഇന്ന് വന്നിട്ടുണ്ട്. രാജ്മോഹൻ നീലേശ്വരം അപ്രതീക്ഷിതമായിട്ട് ഉണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. രാജ്മോഹനെ ക്ഷണിക്കുന്നു. ED ഡേവിസ് ഉണ്ട്. അപ്പോൾ അത്രയും പേരെ ക്ഷണിക്കുന്നു. വന്നിരിക്കുന്ന ഓഡിയൻസിനെയും ഒക്കെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷനെ 2 വാക്ക് പറയാനായിട്ട് അധ്യക്ഷൻ ക്ഷണിക്കുന്നു. പരിപാടി നമ്മൾ വേറെ രീതിയിൽ ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇതിന് അവാർഡ് വിന്നേഴ്സിന് നമ്മുടെ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ അവരത് അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ലൈവും പോകുന്നുണ്ട്. ഓക്കെ, ശരി, അധ്യക്ഷനായിട്ട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ എൻ്റെ സുഹൃത്തുക്കളെ, ബെന്യാമിൻ ഫൗണ്ടേഷനും ഭാരത് PJ ആന്റണി പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്, ബെന്യാമിൻ്റെ. ആ ദിവസം തന്നെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുവാൻ സാധിച്ചതിൽ ബെന്യാമിൻ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളായി ഞങ്ങൾ എന്നും ഈ പ്രസ്ഥാനത്തോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുൻപ് ബെന്യാമിൻ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എന്നെക്കാട്ടിലും കൂടുതൽ ചാക്കോ മാഷ് വളരെ വ്യക്തമായി തന്നെ പറയാറുണ്ട്. കായിക രംഗത്തായാലും കലാരംഗത്തായാലും ചാരിറ്റി പ്രവർത്തനങ്ങളായാലും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടർന്ന് ബെന്യാമിൻ ഫൗണ്ടേഷന്റെ ഭാരവാഹികളായി വന്നിട്ടുള്ള ഞങ്ങൾ ഏറ്റെടുത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചാക്കോ മാഷിനെ പോലുള്ള, അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്താണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരേക്ക് കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ബെന്യാമിൻ്റെ പേരിൽ ചരമവാർഷിക ദിനത്തിൻ്റെ അന്ന് ഈ ഹാളിൽ തന്നെ വളരെയധികം കുട്ടികളെ, അതുപോലെ സ്കൂളുകൾ, പല മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അതുപോലെ സംസ്ഥ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചു. ഒരു അനുസ്മരണം പോലെയാണ് പരിപാടി നമ്മൾ സംഘടിപ്പിച്ച് മാഷ് പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ അതൊരു ചാരിറ്റി പ്രവർത്തനത്തും കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ നടത്തിയത്. ഇന്ന് അദ്ദേഹം ഇല്ലാത്തതിന്റെ കുറവ് ഞങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ തന്നെ ഒരു പരിധിവരെ ഞങ്ങളത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ അതുമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂട്ടണിക്കൊണ്ട് നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള സംവിധായകനായ മണിലാൽ അവരെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളുന്നു. പുഷ്പാർച്ചന ആദ്യം ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ 12ാമത്തെ ഫിലിം ഫെസ്റ്റിവലാണിത്. മൊത്തം അവാർഡുകൾ 16 ആണെങ്കിലും ഫിലിം ഫെസ്റ്റിവൽ 12ാമത്തെയാണ്. അപ്പോൾ ആ ഫിലിം ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനമാണ് മണിലാൽ നടത്തുന്നു. രാജ്മോഹൻ നീലേശ്വരം ഏറ്റുവാങ്ങുന്നു. ബാക്കി എല്ലാവർക്കും അതിനുശേഷം പുസ്തകങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. ഹലോ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കാണുന്ന എല്ലാവരും പരിചയക്കാരാണ്. ഇത്തരമൊരു സാംസ്കാരിക പരിപാടിയുടെ പ്രാധാന്യം കൂടുതൽ പ്രസക്തമാവുന്നൊരു കാലമാണ്.
ഞാൻ എന്നെ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ബാധിച്ച ഒരു സംഗതി വാളയാറിൽ നടന്ന ഒരു ഭീകരമായൊരു മോബ് ലിഞ്ചിങ് ആണ്. എനിക്കൊന്ന് അധികം കേരളം ഏറ്റെടുക്കാത്ത, അല്ലെങ്കിൽ തൃശ്ശൂർ പോലും അറിയപ്പെടാതെ പോയ ഒരു കാര്യമാണ് ഈ വാളയാറിൽ നടന്ന, കേരളം ഏറ്റെടുത്തില്ല. ഇതിൽ ഞാൻ 3 കാര്യങ്ങൾ എന്നെ വളരെ സ്പർശിച്ചു. ഒന്ന്, കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഇത്തരം ക്രൂരത നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായത്. അത്രമാത്രം നമ്മൾ വംശീയവും വർഗീയവും അതുപോലെ തന്നെ ഇടുങ്ങിയൊരു മനസ്സിലേക്ക് നമ്മൾ തന്നെ ലജ്ജിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് കേരളം മാറി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘടകം. അതിൽ ഇത് സത്യത്തിൽ ഇത് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് അക്രമാസക്തത, പിന്നെ രണ്ടാമത്തത് ഒരു വ്യവസ്ഥ, അതിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം, പിന്നെ അതിനെതിരെ വരുന്ന പ്രതിരോധം. ഈ വീഡിയോ വന്നപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരിത് അല്ലെങ്കിൽ പാലക്കാട് വരുന്നത് അത് ഒരു മലയാളിയല്ല, തൊഴിലാളിയാണ്, അന്യഭാഷക്കാരനാണ് എന്ന രീതിയിലാണ് അതിനോട് നമ്മളുടെ ഒരു പ്രതികരണം. അപ്പം അങ്ങനെ ഈ വീഡിയോ കണ്ട് എറണാകുളത്തുള്ളൊരു ജബ്ബാർ എന്നൊരു മനുഷ്യൻ, ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യൻ നേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഇത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞു മട്ട് കാണിക്കാതോ ഇരിക്കുന്നൊരു സമയത്ത് ജബ്ബാർ എന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലി സംബന്ധമായ എല്ലാം നിർത്തിവെച്ച് നേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ്. മോർച്ചറിക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിൽ ഒറ്റപ്പെട്ട അയാൾ മാത്രമുണ്ട്. മോർച്ചറിയിൽ ഈ ഡെഡ് ബോഡി ഉണ്ട്, കുറച്ച് പോലീസുകാരുണ്ട്. ഇയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ കന്നഡയിലുള്ള ചില മനുഷ്യാവകാശ പ്രവർത്തകരെ വിളിക്കുന്നു. അവർ വഴി കേരളത്തിലുള്ള എനിക്കിവിടെ അംബിക എന്നൊരു കോഴിക്കോട്ടുകാരി, വാടകയിലുള്ള ഗഫൂർ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ സംഘടിപ്പിക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത്, ഈ മരിച്ച മനുഷ്യൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാനുള്ള കാശ് പോലും അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് പോലീസ് ഈ ഡെഡ് ബോഡി ഈ മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ജില്ലാ സബ് കളക്ടറും ഒരു RDO വന്ന് ഇതെങ്ങനെ ഒതുക്കി തീർക്കാമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ മലയാളിയല്ല, തൊഴിലാളിയാണ്, അന്യഭാഷക്കാരനാണ് എന്ന രീതിയിൽ ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ ജബ്ബാർ എന്നൊരു മനുഷ്യൻ എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്തോടെ വന്ന് അയാളുടെ അറിവിലും പരിചയത്തിലുമുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് കുറച്ച് ആൾക്കാർ ചേർക്കുന്നു. അവിടെ നിന്ന് പ്രതിരോധം എന്നൊരു സാധനം തുടങ്ങുകയാണ്. ഈ വ്യവസ്ഥ ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതിരോധമായി ഈ ജബ്ബാർ എന്നൊരു മനുഷ്യൻ അവതരിക്കുന്നു, ആളുകളെ കൂട്ടുന്നു. അപ്പോഴേക്കും വൈകിട്ടാകുമ്പോഴേക്കും 10-30 പേര് അവിടെ ആവുന്നു. അപ്പോൾ ഇത് പോലീസുകാരും സബ് കളക്ടറും പറയുന്നത് പാക്ക് ചെയ്ത് ഉടൻ അയക്കാം നാട്ടിലേക്ക്, അതിനുള്ള സഹായം ചെയ്തു കൊടുക്കാമെന്നുള്ളതാണ്. ഈ പാക്ക് അതിലെ വാക്കന്നെ ഒരു ബോഡിയെ പാക്ക് ചെയ്ത് അയക്കാം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം. ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനെതിരെയുള്ളൊരു പ്രതിരോധം എന്ന രീതിയിൽ ഈ ജബ്ബാർ എന്നൊരു മനുഷ്യൻ, ഈ ജബ്ബാർ ഇതിൽ ഇടപെടാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ഏപ്രിലിൽ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ മംഗലാപുരത്ത് വെച്ച് അവിടുത്തെ ഇതേ ഒരു മാനസികാവസ്ഥയുള്ള ജനക്കൂട്ടം ഇതേമാതിരി അടിച്ചടിച്ച് കൊല്ലുന്നു, മുറിവുകളിൽ മുളക് പൊടി പരട്ടുന്നു, അയാൾ മരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. പൂർണ്ണമായിട്ടല്ല, ഒരു കുറച്ചെങ്കിലും പേരുടെ മാനസിക അവസ്ഥ. ഇതിനെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിൽ ഇടപെടുന്നു. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം 30 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഇവിടുന്ന് എല്ലാവരും ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ കേസിൽ FIR വേണ്ട കർശന നടപടികൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ആ ഒരു പ്രതിരോധ മനസ്സിനെയാണ് ഞാൻ
വാഴ്ത്തുന്നതും അംഗീകരിക്കുന്നതും അതിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നതും. ഈ മനസ്സ് നമ്മൾ എന്തുകൊണ്ടും ഈ ഒരു പത്രമോ അന്നത്തെ ഈ ഇഷ്യൂവിൽ ഇടപെട്ടില്ല എന്നുള്ളത് തൃശ്ശൂർക്കാരെ നമ്മളിവിടെയുണ്ട്, പാലക്കാട്ടുകാരുണ്ട്, കേരളീയരുണ്ട്, വാദോരാതി വിപ്ലവം പറയുന്ന മനുഷ്യരുണ്ട്. എന്നിട്ടും ഇത്തരം ഒരു കേരളത്തിൽ ആദ്യമായി ഒരു ഇഷ്യൂ നടന്നിട്ട് എന്തുകൊണ്ട് മനുഷ്യൻ അതിനോടൊപ്പം നിന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഉറക്കം കെടുത്തിയൊരു സംഗതിയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും ബാധിച്ച ഒരു സംഗതി അതിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി കുറേ അന്വേഷണം നടത്തി. അപ്പം ഇത്തരം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രതിരോധ മനസ്സ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ഞാൻ ക്രിയേറ്റിവിറ്റി എന്നും പറയും. അപ്പം നമ്മൾ കാണാത്തൊരു ലോകത്തെ, നമ്മൾ അറിയാത്തൊരു സൗന്ദര്യത്തെ കണ്ടെത്തുകയും അതിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈ ഒരു പ്രതിരോധത്തിലൂന്നിയ അല്ലെങ്കിൽ മനുഷ്യത്വത്തിലൂന്നിയ അത്തരം പ്രവർത്തനം നടത്താതെ ഞാൻ നമ്മളൊരു മനുഷ്യനായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടും മനുഷ്യത്വം നമ്മുടെ ഒരു അടിസ്ഥാനമാവേണ്ടതുള്ളത് കൊണ്ടും ഇത്തരം ഒരു ക്രിയേറ്റിവിറ്റി, ഞാൻ സിനിമ ചെയ്യലോ കവിത എഴുതലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രമല്ല ക്രിയേറ്റിവിറ്റി. നമ്മളൊരു നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സൗന്ദര്യത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിൽ ജീവിക്കുകയും അത് സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ അവസ്ഥയെയാണ് ഞാൻ ക്രിയേറ്റിവിറ്റി പറയുന്നത്. അപ്പോൾ അതെല്ലാ മനുഷ്യർക്കും അർഹമായ ഒരു ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കുന്ന ഒരു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ 190 പേർക്ക് അവാർഡുകളൊക്കെ ഉണ്ട്. എനിക്ക് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും ഓരോ ചുവടുവയ്പ്പും അത് നമുക്ക് വ്യത്യസ്തതയിലേക്കുള്ള ഓരോ യാത്രയും ഇതിൽ ഊന്നിയായിരിക്കണം. മനുഷ്യത്വമാണ് അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ പറയാവുന്നത് ഇത്തരം ആക്ടിവിറ്റികൾ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഷോർട്ട് ഫിലിം ആയാലും ഡോക്യുമെൻ്ററി ആയാലും കവിതയായാലും കഥയായാലും അല്ലെങ്കിലും നമ്മൾ വ്യാപരമായൊരു ലോകത്തെ അന്വേഷിക്കുകയും അതിൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയുകയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറയാനുള്ള എന്നാലും ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ ഞങ്ങളോടൊപ്പം അങ്ങനെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള സുനിൽ സുഗത പറയും. എല്ലാവർക്കും നമസ്കാരം. ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞാൽ എൻ്റെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കുറേ കാലം. വലിയ ഈ ഡിജിറ്റൽ ടെക്നോളജി വന്നപ്പോൾ തീരെ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള സിനിമ എന്ന് പറഞ്ഞാൽ സ്വപ്നം മാത്രം കാണാവുന്ന സിനിമ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു വലിയൊരു ആശ്വാസമായിരുന്നു അത്. അതിൻ്റെ ഭാഗമായിട്ടും ഞാനും കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയുടെ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു ആ സിനിമയുടെ പേര്. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഞാൻ കുറേ കാലം ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിൽ പോയപ്പോഴും നമ്മൾ ബില്ല് കൊടുത്തിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ബില്ല് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് തർക്കിക്കാറുണ്ടല്ലോ. അത്തരമൊരവസ്ഥ മാറിയിട്ട് അതൊരു കൊലപാതകത്തിലേക്ക് പരിണമിക്കുന്നതായിട്ടുള്ള ഒരു തീമിലാണ് ഞാൻ സിനിമ ചെയ്തത്. അപ്പോൾ വളരെ എന്താ പറയുക, സർഗാത്മകയുടെ വലിയൊരു കവാടം നമുക്ക് കഴിയാവുന്ന തരത്തിൽ നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു വലിയൊരു അവസ്ഥയാണ് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ മാഷ് ഒരുപാട് കാലമായിട്ട് ഇതിൻ്റെ ഒരു പ്രോത്സാഹനത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് പോകട്ടെ. ഇപ്പോഴും ചാക്കോടി അന്തിക്കാരനെ നോക്കുമ്പോൾ എനിക്കെപ്പോഴും അതാണ് ഒറ്റയാൾ പട്ടാളം എന്ന് പറയുന്നതിന് എല്ലാ അർത്ഥത്തിലും എനിക്ക് ഓർക്കുന്നത്, ഞങ്ങൾ ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്ഫോക്കിൻ്റെ ആദ്യത്തെ എഡിഷന് ഞങ്ങളാണ് അതിൻ്റെ ഒരു നാടകം കളിക്കാൻ പോയിരുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരുപാട് സെൻറ്ററുകളിൽ നാടകം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഏകദേശം ഉച്ചയായി. ഒരു 1:30-2 മണി, ഭയങ്കര വെയിലത്താണ്. മാഷും ഗോപി ഞെരുവശ്ശേരിയും കൂടിയിട്ടൊരു നാടകം കളിക്കുക. ഒപ്പം കാണാൻ ഞങ്ങൾ കുറച്ച് പേരും അടുത്ത വീടുകളിലെ ആളുകൾ അവിടെ വീടിൻ്റെ പടിയിൽ നിന്നിട്ട് നാടകം കാണാൻ സഹയാത്രികർ. അത് മില്ലേനിയം സ്റ്റാർസാണ് സഹയാത്രികർ എന്ന് പറഞ്ഞ നാടകം. അപ്പോൾ ഞങ്ങൾ വലിയ സദസ്സുകളിൽ ആ നാടകം കളിക്കിൻ്റെ ഇത്. പക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയോട് തന്നെയാണ് അവിടെ ചാക്കോടി അന്തിക്കാട് ആ നാടകം കളിക്കുന്നത്. അതൊക്കെ നമുക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ തരത്തിലൊക്കെ ഇൻസ്പയർ ചെയ്യുന്നതാണ്.
വളരെ സന്തോഷം മാഷ് ഇങ്ങനത്തെ ഒരു കണ്ടക്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ ആൾ കുറഞ്ഞാലും ഇനി ഇത് ഫുള്ള് നിറഞ്ഞാലും ആ തരത്തിലുള്ള ഈ സംഘടനയ്ക്കും എനിക്ക് ബിന്നിയനെ ഓർമ്മ വരുന്നത്. ബിന്നി എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഈ ചടങ്ങുകളിൽ. മുന്നോട്ട് പോകട്ടെ. ഒരു ചെറിയ തമാശ ഉണ്ടായിരുന്നു. എനിക്കാണ് ആദ്യത്തെ മനോധർമാഭിനയം നടത്തിയപ്പോൾ എനിക്കായിരുന്നു സമ്മാനം കിട്ടിയിരുന്നു 2010. അപ്പോൾ ഫോട്ടോ എടുക്കാൻ മാതൃഭൂമിയിലേക്ക് വിട്ടു. എൻ്റെ ഒപ്പം ഒരാളെയും വിട്ടു. അയാൾ നമ്മുടെ സുഹൃത്ത് തന്നെ, പക്ഷെ ഒരു ഗ്രാഹ്യമില്ലാത്ത ആൾ. ഇങ്ങനത്തെ അയാളെന്നെ മനോധർമാഭിനയം എന്നുള്ള പ്രയോഗം തന്നെ ആദ്യം കേൾക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, താഴെ വന്നിട്ട് പറഞ്ഞു അവിടെ പോയിട്ട് ഫോട്ടോഗ്രാഫറെ വിളിച്ചുകൊണ്ട് പോകാം. അയാൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞത് താഴെ എന്നാൽ നമുക്ക് ലൈറ്റിൽ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഫോട്ടോഗ്രാഫർ വന്നപ്പോൾ അയാളപ്പം 2-3 ആളുകൾ വേറെയില്ല. ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു, എന്താ സംഗതി, എന്താ ഈ മനോരോഗാഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാൾ പോയിട്ട് അത് മനോരോഗാഭിനയത്തിന് സമ്മാനം കിട്ടിയ ആൾ വന്നിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒപ്പം 2-3 ആളുകൾ ഇറങ്ങി വന്നു എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ അത്തരത്തിൽ പ്രൊഫസർ മാഷ്. അപ്പോൾ ഞാൻ അതാ പറയുന്നത്, എന്താ പറയുക, ആ ആർജവം നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജവം, ഈ ചെറിയ ശ്രമങ്ങളും വലിയ ശ്രമങ്ങളൊക്കെ ഒരേ തരത്തിൽ തന്നെ എടുത്തിട്ട് വലിയ മുന്നോട്ട് പോകുന്ന ആ ഒരു എന്താ പറയുക ഉത്സാഹവും കൂടുതൽ നന്നായി വരട്ടെ എന്ന് പറയുന്നത് അത്രമാത്രം ആശംസിക്കുന്നു. ഇപ്പോൾ മണിലാലിൻ്റെ സിനിമ ഞാൻ സിനിമയിൽ ചെയ്തിരുന്നു, ഭാരതപ്പുഴയിൽ അഭിനയിച്ചിരുന്നു. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമ കാണണമെന്നുണ്ട്. കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി നല്ലൊരു പ്രൊജക്ഷൻ സ്ക്രീനും കാര്യങ്ങളൊക്കെ മാഷ്ക്ക് അടുത്ത പ്രാവശ്യം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ അടുത്ത എഡിഷനുകളൊക്കെ വലിയ തിയേറ്ററുകൾ തന്നെ വെച്ച് നടത്താനുള്ള സൗകര്യങ്ങളും ഉണ്ടാകട്ടെ. അതിനുള്ള അവസരങ്ങളും ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ